നിന്നെ സഹായിക്കാൻ ആരുമില്ലെന്നുള്ള സങ്കടം മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞേക്ക്. ഞാനുണ്ട് നിന്റെ കൂടെ, അതും നിന്റെ സ്വന്തം ചേച്ചിയായിട്ട് തന്നെ. ഞാൻ ഉറപ്പ് തരുന്നു, നമ്മൾ നടത്തും ഈ കല്യാണം. ഒന്ന് അവിടം വരെ ചെന്ന് 3-4 ആശ്വാസവാക്കുകൾ കൊടുത്താലോ എന്നൊരാലോചന വന്നു. സുസ്മിതയുടെ അഭിപ്രായത്തിൽ അങ്ങനെ പോകുന്നതിൽ അപാകതയൊന്നുമില്ലല്ലോ. ഒരപാകതയുമില്ല. അല്ലെങ്കിൽ തന്നെ കൂടപ്പിറപ്പിനൊരു ആപത്ത് വരുമ്പോ എങ്ങനെ കുതികാൽ വെട്ടാന്നല്ലല്ലോ ആലോചിക്കേണ്ടത്. കൂടെ ചേർത്ത് നിർത്തി എത്രത്തോളം അവരുടെ മനസ്സ് വേദനിപ്പിക്കാം, അവരുടെ ഉള്ളു പെടയുന്നത് കണ്ട് സന്തോഷിക്കാം, നിലവിലുള്ള അവസ്ഥ എങ്ങനെ കുറച്ചുകൂടി ഭീകരമാക്കാം, അങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ അവിടെ പോയി നിന്ന് ചെയ്തു കൊടുക്കണം. കാശുകൊണ്ട് സഹായിക്കാൻ സാധിക്കാത്തവർക്ക് നമ്മുടെ കഴിവുകൊണ്ട് സഹായിക്കുക. അത് തന്നെയാ ഞാനിപ്പോ ചെയ്യാൻ പോകുന്നതും. എന്റെ ഏട്ടനല്ലേ മനസ്സ് വിഷമിച്ചിരിക്കുമ്പോ ഞാനല്ലാതെ പിന്നെ ആരാ ഉള്ളത്? അതുകൊണ്ട് എന്റെ കൂടപ്പിറപ്പിന്റെ സങ്കടത്തിന്റെ പങ്കുപറ്റാനായി ഞാൻ എന്റെ ഏട്ടന്റെ അടുത്തേക്ക് പോവാ. ചെല്ല്, ചെന്ന് വേണ്ട രീതിയിലൊക്കെ തന്റേതായ സാന്നിധ്യം അറിയിക്ക്. അനിയന്റെ സ്നേഹം വാരിക്കോരി കൊടുക്ക്. ഒരൊറ്റ കാര്യേ പറയാനുള്ളൂ. അത് ചിലപ്പോ ഒരു സിനിമാ ഡയലോഗുമായിട്ട് സാമ്യമുള്ളതാവാം. ഇവിടെ അത് വളരെ ആപ്റ്റ് ആയതുകൊണ്ട് പറയാ. നടേശ, കൊല്ലണ്ട. എന്താ പ്രകാശേ, എന്താ കാണണമെന്ന് പറഞ്ഞേ? എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ചേച്ചി. അത് ചേച്ചിയോടല്ലാതെ പിന്നെ ഞാൻ ആരോട് പറയാനാ? ഈ ഭൂമിയിൽ ചേച്ചി അല്ലാതെ പിന്നെ ആരാ എനിക്കുള്ളത്? നീ മുഖവുര കളഞ്ഞു കാര്യം പറ. ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന്റെ കാര്യം ചേച്ചിയോട് പറഞ്ഞിരുന്നല്ലോ. ആ പെൺകുട്ടിയെ ഇപ്പൊ അവളുടെ ആങ്ങള ചേച്ചി അറിയും, ശിവേട്ടൻ. അവളെ ഇപ്പോ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് മറ്റൊരു വീട്ടിൽ താമസിപ്പിച്ചിരിക്കുക. അവളുടെ അച്ഛന്റെ കാര്യം അറിയാലോ ചേച്ചിക്ക്. എന്നെയോ അവളെയോ കയ്യിൽ കിട്ടിയാ കൊല്ലൂന്ന് തന്നെയുള്ള അവസ്ഥയില്ല. ആകെ ഒരു ആശ്രയമുള്ളത് ശിവേട്ടനാ. കല്യാണം കഴിഞ്ഞ തമിഴ്നാട്ടിലൊരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് വിവാഹം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പോകണം. എനിക്ക് ലോകത്ത് അമ്മയും ചേച്ചിയും ബന്ധുക്കളുമായിട്ട് ചേച്ചി മാത്രമേ ഉള്ളൂ. ചേച്ചിയും കൂടി കൈവിട്ട ഞാൻ പിന്നെ അനാഥനാ. മാണിക്കോത്ത് മഹേന്ദ്രൻ മകളെ എനിക്ക് കെട്ടിച്ചേരാത്തതിന്റെ കാരണവും എനിക്ക് ബന്ധുവരില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ. എന്നെ ചേച്ചി പഠിപ്പിച്ചു. ഞാൻ പഠിക്കുകയും ചേച്ചിയുടെ ആഗ്രഹം പോലെ ഒരു ഡോക്ടർ ആവുകയും ചെയ്തു. ഇനി എനിക്ക് വേണ്ടത് ഒരു ജീവിതമാ. ചന്ദ്ര നല്ല കുട്ടിയാണ് ചേച്ചി. മനസ്സുകൊണ്ട് ഞാനങ്ങ് അടുത്തുപോയി. അവളെയും വിളിച്ചുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ തമിഴ്നാട്ടിലോ മറ്റെവിടെയെങ്കിലോ പോയി ജീവിതം ആരംഭിക്കാം. പക്ഷേ എനിക്കപ്പോൾ എൻ്റെ ചേച്ചിയുടെ അനുഗ്രഹം കിട്ടില്ലല്ലോ. ഇത്രയും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു മുഹൂർത്തം, അത് ചേച്ചിയുടെ അനുഗ്രഹത്തോടെ ആവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യുന്നൊരവസ്ഥയിൽ ആത്മഹത്യയുടെ മുൾമുനയിൽ നിൽക്കുന്ന സമയത്താ നീ അനാഥനല്ല, നിനക്ക് ഞാനുണ്ടെന്നും പറഞ്ഞ് ചേച്ചി എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത്. പിന്നെ എൻ്റെ ജീവിതം ചേച്ചിയുടെ നിയന്ത്രണത്തിലായിരുന്നു. ആ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് ഞാൻ പറയാ, എൻ്റെ ഈ വിവാഹ കാര്യത്തിൽ എൻ്റെ ഒരാളായിട്ട്, എൻ്റെ സ്വന്തം ചേച്ചിയായിട്ട് എന്നോടൊപ്പം ഉണ്ടാവണം. പ്ലീസ് ചേച്ചി, ഇതെൻ്റെ ഒരു ആഗ്രഹമാണ്. എന്താ ഇത് പ്രകാശ്? എണീക്ക്, എഴുന്നേക്ക്. എന്തായി കാണിക്കുന്നേ? നോക്ക്, ഈ ധൈര്യമായിട്ട് കാര്യങ്ങൾ നീക്ക്. പ്രണയിച്ച പെണ്ണിനെ തഴയുകയല്ലോ, അവളെ തന്നെ വിവാഹം കഴിക്കണമെന്ന് ചങ്കൂറ്റത്തോടെ ആവശ്യപ്പെടുകയല്ലേ. ഞാനുണ്ട് നിന്റെ കൂടെ. ചന്ദ്രയുടെ ആങ്ങളെ ചന്ദ്രയെ സഹായിക്കുന്ന പോലെ നിന്നെ സഹായിക്കാൻ ആരുമില്ലെന്നുള്ള സങ്കടം മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞേക്ക്. ഞാനുണ്ട് നിന്റെ കൂടെ, അതും നിന്റെ സ്വന്തം ചേച്ചിയായിട്ട് തന്നെ. ഞാൻ ഉറപ്പ് തരുന്നു, നമ്മൾ നടത്തും ഈ കല്യാണം. ഏത് മാണിക്കോത്ത് മഹേന്ദ്രൻ തടസ്സം നിൽക്കാൻ വന്നാലും അതെല്ലാം നമ്മൾ തരണം ചെയ്യും. മുന്നിൽ ഞാനുണ്ടാവും. നിന്റെ ചേച്ചിയാ പറയുന്നത്. മതിയേച്ചി, ലോകം ജയിച്ച ഗമയോടെ ഞാനിപ്പോ തിരിച്ചു പോകുന്നത്. എനിക്കും എന്റെ കൂടെ നിൽക്കാൻ ഒരാളുണ്ടല്ലോ. ഒരു പ്രശ്നം വന്നാ നീ ധൈര്യമായിട്ട് ഇരിക്കടാന്ന് പറയുന്ന ഒരു ആശ്വാസവാക്ക്, അത് മാത്രം മതി ഏത് യുദ്ധവും ജയിക്കാൻ.
ഇനി എനിക്ക് ആരെയും പേടിയില്ല ചേച്ചി. ചന്ദ്രയെ ഞാൻ വിവാഹം കഴിക്കും, എനിക്ക് ഉറപ്പുണ്ട്. എന്റെ കൂടെ എന്റെ ശക്തിയായി എന്റെ ചേച്ചി ഉണ്ടല്ലോ. രാഘവൻ സാറേ, വാതിൽ തുറക്കും സാറേ. ഒരു അബദ്ധം പറ്റിപ്പോയി. അത് എന്റെ ഭാഗത്തുനിന്ന് പറ്റിയ വീഴ്ചയാ. അതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഓടോ പിള്ളേ, താനേ എന്റെ കൺമുമ്പിൽ വന്നു പോരുത്. ഒറ്റ കാരണോ എന്റെ കുട്ടികളുടെ വിവാഹ വാർഷിക ചടങ്ങ് മുടങ്ങിയത്. സാറേ, സാറൊന്ന് കഥ തുറക്ക്. തന്നെ എന്റെ കൺമുമ്പിൽ കണ്ടുപോരുത് സാറേ. ഓടോടുന്നു. വന്നേക്കോ ഉണ്ടാക്കായി. എന്റെ പിള്ളേ, കഥ തുറക്കുന്ന ലക്ഷണമില്ല അല്ലേ? ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു നോക്കി. സാറ് വലിയ വാശിയില്ല. എന്തായാലും മുടങ്ങിയത് നന്നായി. അല്ലെങ്കിൽ ഇതിലും വലുത് എന്തെങ്കിലും ഇവിടെ സംഭവിച്ചേനെ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. രാഘവേട്ട, 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 സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. ഇനി അതിന്റെ പേരിൽ അകത്ത് കയറി കഥ കടച്ചിരുന്നിട്ട് എന്താ കാര്യം? രാഘവേട്ട, വാതിലൊന്ന് തുറന്നേ. എനിക്ക് അലമാരയിൽ 1-2 തുണി എടുക്കാനുണ്ട്. ഞാൻ പുറത്തേക്ക് ഇറങ്ങത്തില്ലെന്ന് പറഞ്ഞാൽ ഇറങ്ങത്തില്ല. അപ്പൊ പിന്നെ എങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നത്? ഞാൻ നീ വീട്ടിൽ നിന്നേ ഒന്നും കഴിക്കുന്നില്ല. തീർന്നില്ല പ്രശ്നം. ഞാനിവിടെ കിടന്നു പട്ടിണി കിടന്ന് ചാവാൻ പോവാ. രാഘവേട്ടൻ എന്തൊക്കെ ഈ വിളിച്ചു പറയുന്നത്? അത് പറയാൻ മാത്രം ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? രാഘവേട്ട, ഈ വിവാഹ വാർഷികം നമുക്ക് അടുത്ത വർഷം ആഘോഷിക്കാലോ. ഇതങ്ങനല്ല ബാബേ. ആ കൈമള് പറഞ്ഞ പ്രകാരം കാര്യങ്ങൾ നടത്തിയില്ലെങ്കിൽ വിഷ്ണുവിന്റെ ജീവിതം നശിക്കും. അവന്റെ ജീവന് അതിനൊരാപത്ത. അതുകൊണ്ടാ ഞാൻ ഇത് നടത്താൻ ശ്രമിച്ചേ. അതിന് നിങ്ങളെല്ലാവരും എന്നെ ചതിച്ചില്ലേ? എനിക്ക് ജീവിക്കണ്ട. ഈശ്വര, അകത്ത് കിടന്ന് കരയാണല്ലോ. പുറത്തേക്ക് ഇറക്കാൻ എന്തോ ഒരു മാർഗം. ആരോ വന്നിട്ടുണ്ടല്ലോ. ഞാൻ നോക്കിയിട്ട് വരാം. രാഘവേട്ട, ആരോ വന്നിട്ടുണ്ട്. ഒന്ന് വാതിൽ തുറന്നു വന്ന് നോക്കിയേ. എനിക്കത് കാണില്ല. രാഘവേട്ട, ഒന്ന് വാതിൽ തുറക്ക്. രാഘവേട്ട, ഇതെന്താ ആരെയും പുറത്ത് കണ്ടില്ലല്ലോ? ഏട്ടനെന്തിയെ? വെഡിങ് ആനിവേഴ്സറി മുടങ്ങിയതിന്റെ പേരിൽ അകത്ത് കയറി ഇരിക്കുക. ആള് സ്ഥലത്തില്ലാതെ എന്ത് വെഡിങ് ആനിവേഴ്സറി? എന്താ എഴുതി അമ്മ ഈ കേൾക്കുന്നതൊക്കെ? വിഷ്ണു സ്ഥലത്തില്ല, പിന്നെ എന്ത് വെഡിങ് ആനിവേഴ്സറി?